വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. മുന്തിരിച്ചെടിയും ശാഖകളും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ഞാൻ യേശുവിനോട് എങ്ങനെ ചേർന്ന് നിൽക്കണം? യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഫലസമൃദ്ധിയെക്കുറിച്ച് ഈശോ എന്നെ പഠിപ്പിക്കുകയാണ്. മുന്തിരിച്ചെടി തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ഫലം ഇല്ലാത്ത ഒരവസ്ഥ. യേശുവിനോട് വേറിട്ട ഒരു ജീവിതം, യേശുവിനോട് മാറി ചിന്തിക്കുന്ന ഒരു ജീവിതം. നിൻ്റെ ചിന്തകൾ യേശുവിനോട് മാറി ചിന്തിക്കുന്നെങ്കിൽ, നിൻ്റെ പ്രവൃത്തികൾ യേശുവിനോട് മാറി ചിന്തിക്കുന്നെങ്കിൽ ഫലം പൂർണ്ണമായി നിനക്ക് കിട്ടുകയില്ലെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന്. യേശുവിൻ്റെ വിടവാങ്ങൽ പ്രഭാഷണത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുമ്പോൾ, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനായി എന്നറിഞ്ഞപ്പോൾ ഈശോ ശിഷ്യരോട് പറയുകയാണ്, ഇനി ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ നീ എന്നോട് ചേർന്നിരിക്കുവിൻ, എന്നോടൊപ്പമായിരിക്കുവിൻ. ജീവിതത്തിൻ്റെ വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ എന്നോട് ചേർന്ന് നിൽക്കാൻ ഈശോ പറയുന്നു. ഈശോയാകുന്ന മുന്തിരിച്ചെടി, കൃഷിക്കാരനാകുന്ന പിതാവും അവിടുത്തെ ശിഷ്യരായ നാം എല്ലാം അവിടുത്തെ ശാഖകളുമാണ്. ഈശോ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് വരച്ച് കാണിക്കുകയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നതുപോലെ തൃത്വ കുടുംബത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, നാം യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ തൃത്വ കുടുംബത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. യേശു പിതാവിലും പരിശുദ്ധാത്മാവിലും ചേർന്ന് നിൽക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഈശോയാകുന്ന മുന്തിരിച്ചെടിയോട് ശാഖയായി ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതവും തൃത്വ കുടുംബത്തിൻ്റെ സ്നേഹത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതായി മാറും. ഒരു ശാഖ മറ്റ് ശാഖയെ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അസ്വസ്ഥപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരുമയുണ്ടെങ്കിൽ ഞാൻ ഈ ശാഖയോട്, യേശുവാകുന്ന ശാഖയോട്, യേശുവാകുന്ന മുന്തിരിച്ചെടിയോട്, തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നിട്ടില്ല എന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വചനം 15-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങളിൽ നാം കാണുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ലെന്ന്. ഈശോ നമ്മിൽ വസിക്കുന്നതിൻ്റെ ഒരു അനുഭവം ഈശോ നമുക്ക് തരികയാണ്. തരാൻ പോകുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കുരിശിൻ്റെ ബലിയും വിശുദ്ധ കുർബാനയുടെ അനുഭവമൊക്കെ ഈശോ ഇതിൻ്റെ അകത്ത് ഒളിച്ചേർത്ത് വെച്ചിട്ടുണ്ട്. വസിക്കുന്ന അനുഭവം, കൂടെ വസിക്കുന്ന ഒരു അനുഭവം ഈശോ തരുന്നു. യോഹന്നാൻ 14:23 വചനം പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. യേശു കൂട്ടായ്മയിലാകാതെ ആ കൂട്ടായ്മയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തൃത്വത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ വസിക്കുന്നില്ല. തൃത്വം നമ്മിൽ നിന്ന് അകന്നു പോകും. സ്നേഹം ഉണങ്ങി വരേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളും ശുഷ്കത അനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. ഒത്തിരി സമ്പത്തും സ്ഥാനമാനങ്ങളും പദവിയും ഒക്കെ കിട്ടുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ശൂന്യത നിനക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇന്ന് നിന്നിട്ട് ഒന്ന് ചിന്തിക്കണം, തൃത്വത്തിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ? എൻ്റെ ദൈവം എന്നിൽ വസിക്കാത്ത അവസ്ഥയുണ്ടോ? സ്നേഹത്തിൻ്റെ ശുഷ്കത എൻ്റെ ജീവിതത്തിലുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും യേശുവാകുന്ന തായ്തണ്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവരസം
എൻ്റെ ജീവിതത്തോട് ഞാൻ ചേർത്ത് പിടിക്കണം. ഞാനത് ആവോളം എടുത്തെടുത്ത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശാഖയിൽ ഒരു ഫലം പോലും ഉണ്ടാവുകയില്ല. ഞാനാകുന്ന ശാഖ ഉണങ്ങി വരണ്ട് താഴെ വറ്റി വരേണ്ട അവസ്ഥയിലേക്ക് പോകും. ഉണങ്ങിപ്പോയാൽ അതിനെ വെട്ടിവിട്ടാലും തളുക്കാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണങ്ങിയിരിക്കുന്ന ഈ തായ്തണ്ടിനെ വെട്ടിവിടുക മീൻസ് വെട്ടി ഒരുക്കുക എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ ഒക്കെയാണ്. ആ സഹനങ്ങളും വേദനകളുമൊക്കെ ഞാൻ തായ്തണ്ടാകുന്ന എൻ്റെ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാതെ പോകും. ദൈവത്തെ പഴിച്ചു പോകും. തൃത്വ കുടുംബത്തിൽ നിന്ന് ഞാൻ പുറത്താക്കപ്പെടുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടാകും. അത് ദൈവമല്ല നമ്മെ പുറത്താക്കുക, സ്വയം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അവിടുന്ന് ഒഴിക്കുന്ന നീർച്ചാലുകളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാകണം. ദൈവത്തിൻ്റെ തൃത്വ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ അവനോട് ചേർന്ന് നിൽക്കണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഫലദായകമത്വമുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് വേണ്ടത്. ഓരോ വെട്ടിയൊരുക്കലിലും ശാഖ തായ്തടിയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കും. എന്തുമാത്രം വെട്ടിയൊരുക്കുന്നോ അത്രമാത്രം വീണ്ടും വീണ്ടും കുഞ്ഞു കുഞ്ഞു ശാഖകൾ ആ മുന്തിരിച്ചെടിയിൽ ഇങ്ങനെ മുളച്ചു വരാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഈ ശാഖ തായ്തന്നോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി വെട്ടിയൊരുക്കപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞു സഹനം കടന്നു വരുമ്പോൾ അതിൽ നിന്ന് പുതിയ അഭിഷേകം ഞാൻ ഉൾക്കൊള്ളണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്. തായ്തടിയിൽ നിന്ന് കൂടുതൽ ഊർജം കിട്ടണം, ജീവൻ സ്വീകരിക്കണം. ഇത് രണ്ടും സ്വീകരിക്കാൻ സാധിക്കുമ്പോഴാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറൂ. അല്ലെങ്കിൽ തായ്തണ്ടിൽ ജീവരസം സ്വീകരിച്ചിട്ട് ഫലം പുറപ്പെടുവിക്കാത്ത ഒരു വ്യക്തിയായി ഞാൻ മാറുന്നുവെങ്കിൽ ആവശ്യത്തിന് സ്വീകരിച്ചിട്ടില്ല, മറ്റെന്തോ ആണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. ചില വ്യക്തികളെ നാം കാണുമല്ലോ, ചില കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ ഹോർമോണുകളുണ്ട്. ചില ഹോർമോണുകളുടെ അവസ്ഥ ഒത്തിരി കൂടുതലായി കഴിയുമ്പോൾ അവരിങ്ങനെ വളർന്നു പോകും. പക്ഷേ മനുഷ്യപ്രകൃതി, മനുഷ്യശരീരത്തിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് ഗ്രോത്ത് ഹോർമോണുകൾക്ക് ചേഞ്ച് വരുമ്പോൾ. അതുപോലൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യേശുവാകുന്ന തായ്തടിയോട് ചേർന്ന് നിന്നിട്ടും വേണ്ടത്ര ജീവരസം എല്ലാ മേഖലയിലും, നിൻ്റെ ആത്മീയ മേഖലയിൽ, നിൻ്റെ ഭൗതിക മേഖലയിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ കുടുംബ അന്തരീക്ഷങ്ങളിൽ, നീ വേല ചെയ്യുന്ന മേഖലകളിലെല്ലാം ഈ ജീവരസം നീ വേണ്ടത്ര എല്ലാ മേഖലയും സ്വീകരിക്കാതെ പോകുമ്പോൾ നീ ഇങ്ങനെ ഷേപ്പ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറും. നാം കാണുന്നുണ്ട് വചനത്തിൽ ഈശോ ഒരു അത്തിമരത്തെ ശപിച്ച് കളയുന്നതായിട്ട്. അത്തിമരത്തിൻ്റെ അടുക്കലേക്ക് യേശു ചെല്ലുമ്പോൾ അതിൽ നിറയെ ഇലകൾ ഇങ്ങനെ തിങ്ങി ഇടതൂർന്ന് നിൽക്കുകയാണ്. ഫലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ ഫലം കാണുന്നില്ല. പുറമെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുമ്പോൾ ഫലമില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ ചിന്തിക്കണം, ഞാൻ എൻ്റെ യേശുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ട ജീവരസങ്ങൾ സ്വന്തമാക്കിയിട്ടില്ല. ജീവരസം എൻ്റെ ജീവിതത്തിലേക്ക്, ശാഖകളിലേക്ക് തായ്തന്ന ജീവരസം കടന്നു വരണമെങ്കിൽ ശാഖകളുടെ ചില പുറമേയുള്ള സ്കിൻസിൻ്റെ ഉള്ളിലുള്ള സെൽസുകൾ, എപ്പിത്തീലിയൽ സെൽസ് എല്ലാം ഇങ്ങനെ ഓപ്പണായി വന്നിട്ട് ആ ജീവരസം അതിന് സ്വീകരിക്കാൻ പറ്റൂ. സെൽസുകൾ ഇങ്ങനെ അടഞ്ഞു പോയാൽ തായ്തണ്ടിനോട് ശാഖ ചേർന്നിരുന്നാലും ഒരിക്കലും ഫലം പുറപ്പെടുവിക്കുന്ന വളർച്ചയിലേക്ക് ശാഖ മാറില്ല എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്നിരിക്കണം. വെറും ഫലമില്ലാത്ത ഇടതൂർന്നു നിൽക്കുന്ന കൊഴുപ്പുള്ള ഒരവസ്ഥയിലേക്കല്ല മാറേണ്ടത്, മറിച്ച് ഫലമുള്ള ഒരു വ്യക്തിയായി നമ്മുടെ ജീവിതം മാറണമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈശോയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, ഈശോയാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗപിതാവ് മഹത്വപ്പെടുന്നുവെന്ന് ഈശോ പറയുന്നു. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നത് വഴി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നുവെന്നാണ് ഈശോ വചനം പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്താൻ പറ്റണം. യോഹന്നാൻ 15:8 വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഫലം പുറപ്പെടുവിക്കുമ്പോൾ, യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്വർഗപിതാവിന് മഹത്വം കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. ഈശോ തൻ്റെ ജീവിതത്തിലൂടെ മനുഷ്യരക്ഷ സാധിച്ചപ്പോൾ പിതാവിന് വലിയ മഹത്വം സമ്മാനിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിനോട് ചേർന്ന് നിൽക്കണം. കുറവുകളിൽ, പരാജയങ്ങളിൽ, പോരായ്മകളിലൊക്കെ യേശുവിനോട് ചേർന്ന് നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ജീവരസം സ്വീകരിച്ച് ഞാൻ ഫലം പുറപ്പെടുവിച്ച് വളരാൻ തുടങ്ങുമ്പോൾ ഞാൻ ആയിരിക്കുന്ന ചുറ്റുവട്ടം മുഴുവൻ നന്മയുണ്ടാകും. അവിടെ തിന്മയുടെ അംശമല്ല കടന്നു വരിക, നന്മയുണ്ടാകും. നന്മയുള്ള ഒരു ലോകത്തിലേക്ക് സമാധാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ലോകം, ദൈവജനം നന്മയിലേക്ക് വളരുമ്പോഴാണ്
ദൈവം മഹത്വം പ്രാപിക്കുക. ദൈവജനത്തിൻ്റെ വളർച്ചയിൽ, ലോകത്തിൽ നന്മയുടെ വളർച്ചയിലാണ് പിതാവ് മഹത്വപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ തായ്തണ്ടാകുന്ന എൻ്റെ യേശുവിനോട് ഞാൻ ചേർന്ന് നിന്ന് ഒരു കുഞ്ഞു ഫലം പുറപ്പെടുവിക്കുമ്പോൾ പോലും ലോകത്തിൽ നന്മ വർദ്ധിക്കുകയാണ്. അതുവഴിയായിട്ട് ദൈവപിതാവിന് മഹത്വം കൊടുക്കുന്ന ഒരവസ്ഥ, തൃത്വ കുടുംബത്തിൻ്റെ വലിയ സന്തോഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന ഒരവസ്ഥ. പിതാവ് കൃഷിക്കാരനാണ്. മുന്തിരിച്ചെടിയുടെ ശാഖയായ ഞാൻ എന്നും ഓർത്തിരിക്കേണ്ട ഒരു സത്യമുണ്ട്. പിതാവ് കൃഷിക്കാരനാകുമ്പോൾ പിതാവ് നട്ടു വളർത്തിയ ഈ ചെടിയിൽ ചേർന്ന് നിൽക്കുന്ന ശാഖകളെ വളർത്തുവാൻ പിതാവ് തന്നെ വേണ്ടത്ര കരുതലുകൾ എടുക്കും. നമ്മുടെ ജീവിതത്തിലെ വെട്ടിയൊരുക്കലുകൾ അതിൻ്റെ ഒരു ഭാഗമാണ്. യേശുവിനോട്, പരിശുദ്ധനായ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിന് സാധിക്കാത്ത അശുദ്ധി കടന്നു വരുമ്പോൾ അതിനെ നാം മുറിച്ച് മാറ്റണം. ദൈവം കൃഷിക്കാരനായ എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. ദൈവം കൃഷിക്കാരനായി കടന്നു വന്ന് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കൃഷിക്കാരൻ, ശില്പി, മണ്ണിങ്ങനെ കുഴച്ചിട്ട് പുതിയ ശില്പങ്ങൾ ഉണ്ടാക്കും, ഇഷ്ടമുള്ള ശില്പങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, ശില്പിക്ക് ഇഷ്ടമുള്ള ശില്പങ്ങളാണ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് ഈ പാത്രമായിരിക്കാൻ താല്പര്യമില്ല എന്ന് പരാതി പറഞ്ഞാൽ ശില്പിയുടെ ഇഷ്ടം അവിടെ നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളായി, ഫലമുള്ളവരായി, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പാത്രങ്ങളായി നമ്മൾ മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ദൈവത്തിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുക എന്നാണ് ഇതിനർത്ഥം. ജീവിതത്തിൻ്റെ കൃഷിക്കാരനായ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് എൻ്റെ ജീവിതത്തെ നയിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൾ ഞാൻ അവിടുത്തെ കൈകളിലേക്ക് വെച്ചു കൊടുക്കണം. പിതാവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പുറപ്പെടുവിക്കണം. യോഹന്നാൻ 15:9 ഇങ്ങനെ വചനം പറയുന്നുണ്ട്. ഈശോ, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന്. സ്നേഹത്തിൻ്റെ ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ വാശിയുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഇനിയും വളരണമെന്നാണ് തമ്പുരാൻ പറയുക. ഈ ഈശോയുടെ സ്നേഹമെന്ന് പറഞ്ഞാൽ ആത്മദാനപരമായ സ്നേഹമാണ്. സ്വയം നൽകി ആത്മാവിനെ പോലും തന്ന് സമർപ്പിച്ച ഒരു സ്നേഹമാണ് ഈശോയുടെ സ്നേഹം. ഈ ആത്മദാനപരമായ സ്നേഹമാണ് ഈ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് വരേണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തനിമ വെളിപ്പെടുത്തുന്ന വചനമാണിത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവനെന്ന്. തമ്പുരാൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ, ഭവനങ്ങളിൽ, സമൂഹത്തിൽ, ജീവിതത്തിലൊക്കെ സ്നേഹത്തിൻ്റെ ബലിപീഠം തീർക്കേണ്ടവരാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ബലിപീഠം തീർക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഈ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ബലിപീഠം ഞാൻ തീർക്കണമെങ്കിൽ അവൻ്റെ വലിയ ശക്തി എനിക്ക് ആവശ്യമുണ്ട്. സ്നേഹത്തിൻ്റെ ബലിപീഠം സഹനത്തിലാണ് പൂർത്തിയാവുക. പ്രിയപ്പെട്ടവരെ, സഹനം കൊണ്ട് വേണം ഈ സ്നേഹത്തിൻ്റെ വിശുദ്ധിയുടെ ബലിപീഠം നമ്മൾ പണിതുയർത്താനെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയും പിതാവും തമ്മിലുള്ള വലിയ ബന്ധം, ആ ഈശോയാണ് ചേർന്ന് നിൽക്കാൻ ഈശോ നമ്മോട് പറയുന്നത്. ഈശോയ്ക്ക് 3 തരത്തിലുള്ള ബന്ധമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഒന്ന്, ഈശോയും പിതാവും തമ്മിലുള്ള ഒരു വലിയ ബന്ധം. രണ്ടാമത്തെ ബന്ധമെന്ന് പറയുക ഈശോയും ഈശോയുടെ അപ്പസ്തോലരും തമ്മിലുള്ള ബന്ധം. മൂന്നാമത്തെ ബന്ധമെന്ന് പറഞ്ഞാൽ ഈശോയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് ഈ 3 പേരോടുമുള്ള ബന്ധം വളരെ പ്രത്യേകമായിരുന്നു, വളരെ ശ്രേഷ്ഠതയുള്ളതായിരുന്നു, സവിശേഷത നിറഞ്ഞതായിരുന്നു, ഏറ്റവും പറയത്തക്കതായിരുന്നു എന്ന് നമുക്കറിയാം. വചനം മുഴുവൻ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ പിതാവിനോട് ചെലവഴിക്കാൻ രാത്രിയുടെ യാമങ്ങളിലേക്ക് യാത്രയാകുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. രാത്രി മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു ഈശോ, അവരോട് കൂടെയായിരിക്കാൻ, പിതാവിനോട് കൂടെയായിരിക്കാൻ സമയം കണ്ടെത്തിയ ഒരു ഈശോയുണ്ട്. ഈ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വളരണം. യേശു പിതാവിനോട് ഇത്രയധികം ബന്ധത്തിലായിരുന്നു രാത്രി മുഴുവൻ ചെലവഴിച്ചെങ്കിൽ രാത്രിയെ പകലാക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ശൈലി കൂടി എൻ്റെ ജീവിതത്തിൽ ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢതരമായി മാറും. തായ്തണ്ടിനോട് ഒട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോയും അപ്പസ്തോലന്മാരും തമ്മിലുള്ള ബന്ധം,
ജനങ്ങളുടെ ഉപമകൾ വഴി ഈശോ സംസാരിച്ചപ്പോൾ ശിഷ്യരെ അടുത്ത് വിളിച്ചിരുത്തി രഹസ്യമായി പറഞ്ഞു കൊടുത്തുവരുന്നു എല്ലാ കാര്യങ്ങളും എന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൃഢതരമായ വ്യക്തിപരമായ അടുത്തറിയുന്ന, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചുവെന്ന് പറഞ്ഞ് സ്നേഹിതരാക്കി മാറ്റുന്ന അപ്പസ്തോലന്മാരും ഈശോയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു ബന്ധത്തിലേക്ക് ഞാൻ വളരണം. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബന്ധത്തിലേക്ക് എൻ്റെ ഈശോയുമായി ഞാൻ വളരണം. എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം മുഴുവൻ ഈശോയായി മാറണം. ഈശോയോട് കൂടെയായിരിക്കാൻ ഈ ഒരു അവസ്ഥയിലേക്ക്, വ്യക്തിപരമായ ഇൻറ്റിമസിയിലേക്ക്, എന്നെ അറിയുന്ന അവസ്ഥയിലേക്ക് ശിഷ്യരുമായി ഈശോ ബന്ധപ്പെട്ടപ്പോൾ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടന്നപ്പോൾ ഈശോ അവിടെ ഒരു സൗഖ്യം കൊടുത്തു. യൂഹന്നാനെ പത്രോസിനെ യാക്കോബിനെ ഈശോ എപ്പോഴും കൂടെ ചേർത്തിരുന്നു. യൂദാസിന് ഈശോ ഒരു പ്രത്യേക ദൗത്യം കൊടുത്തിരുന്നു, പണം സൂക്ഷിക്കാൻ. പത്രോസിൻ്റെ ഈശോ ഓരോ കാര്യങ്ങൾക്ക് നേരത്തെ മുൻപന്തിയിൽ പറഞ്ഞയക്കുകയാണ്. നികുതി അടയ്ക്കണോ, പോയി മത്സ്യത്തെ പിടിക്കുക, അതിൻ്റെ വായിലൊരു നാണയമുണ്ട്, എടുത്തു കൊണ്ടുപോയി കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ ദൗത്യം കൊടുത്താണ് ഈശോ പറഞ്ഞയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈശോയോട് ചേർന്നിരിക്കുമ്പോൾ, ഈശോയും ശിഷ്യരും തമ്മിലുള്ള ഈ ബന്ധത്തിലേക്ക് എൻ്റെ ജീവിതം വളരുമ്പോൾ ഈശോ എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. എൻ്റെ വ്യക്തിപരമായ ആവശ്യം ഈശോ കാണും. ഞാനെന്ന വ്യക്തിയെ ഞാനായി ഈശോ അംഗീകരിക്കാൻ തുടങ്ങും. നമ്മൾ എത്രയൊക്കെ മറ്റുള്ളവരോട് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിപ്പിച്ചാലും അവരാരും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കില്ല. പക്ഷേ എന്നെ ഞാനായി മനസ്സിലാക്കുന്ന, അംഗീകരിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹം ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയുക. ഈശോയ്ക്ക് അപ്പസ്തലന്മാരുണ്ടായിരുന്ന അതേ ബന്ധം ഇന്ന് ഈശോ എന്നോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈശോയോട് ചേർന്നിരിക്കണം. മൂന്നാമത്തെ ബന്ധം, ഈശോയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം. ഈശോയും ജനങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ ഈശോയുടെ പകൽ സമയം മുഴുവൻ ഈശോ അധികവും ജനങ്ങളോടൊപ്പമായിരുന്നു. അവൻ ഇരുന്നു, ജനങ്ങൾ അടുത്ത് വന്നു, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ ഈശോ എടുത്ത് മടിയിൽ വെച്ചു. ഓരോ സമയത്തും വിശന്നു, അവർക്ക് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരുടെ ആവശ്യങ്ങളിലേക്ക് മാത്രം കണ്ണു തെളിച്ചിരിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. ഈ തായ്തടിയായ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, എൻ്റെ സഹോദരങ്ങളുമായുള്ള ബന്ധം, എൻ്റെ കുടുംബവുമായുള്ള എനിക്കുള്ള ബന്ധം, ഈ ബന്ധത്തെക്കുറിച്ച് ഞാൻ പരിശോധിക്കണം. അവിടെയാണ് ഒരു ഫലം പുറപ്പെടുവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു വരിക. ഈശോ ജനങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് എവിടെ സൗഖ്യമുണ്ടോ അവിടെ സൗഖ്യം കൊടുത്തു. കൂടെ നടന്നു, കൂടെ ഇരുന്നു, കൂടെ ഉറങ്ങിയ ഒരു ഈശോയെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ ഇരിക്കുന്ന ഈശോയെ കാണണം. ഈ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക്, ആഴത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അവിടുന്ന് പ്രാർത്ഥിച്ചു, അവിടുന്ന് നമുക്ക് വേണ്ടി ഈ ഒരു വ്യക്തിബന്ധം, ഞാൻ എൻ്റെ പിതാവിനോടും ഈശോയോടും ചേർന്നിരിക്കുന്ന തൃത്വ കുടുംബത്തിലായിരിക്കുന്ന ഈ വ്യക്തിബന്ധത്തിൽ വളരുവാൻ വേണ്ടി ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അവിടുത്തോട് ഒന്നായിരിക്കാൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിലെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ ഒരു വലിയ പ്രാർത്ഥന നടത്തുകയാണ്. അവർ അങ്ങയുടേതാണ്, അങ്ങ് അവരെ എനിക്ക് നൽകി, അവർ അങ്ങയുടെ വചനം പാലിക്കുന്നു. യോഹന്നാൻ 17:7. ഏകസത്യ ദൈവമായ അവിടുത്തെ അറിയുക, അയക്കുക എന്നൊക്കെ പറഞ്ഞ് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഈശോയുടെ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, തായ്തണ്ടായ എൻ്റെ ഈശോയോട് ഞാൻ ചേർന്നിരിക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ ഈശോയോട് ഒരു പടി ഞാൻ എടുത്തു വയ്ക്കുമ്പോൾ, ഈ ബന്ധത്തിലേക്ക്, ഈശോയും പിതാവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ച് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ ഞാൻ മുഴുകിയിരിക്കുമ്പോൾ, ഈശോയോടൊപ്പം ഞാൻ ചരിച്ചു തുടങ്ങുമ്പോൾ, ഒരു ഇൻറ്റിമസിയുള്ള ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, എന്നോടൊപ്പമായിരിക്കുന്ന ഈശോയുടെ സ്നേഹത്തിൻ്റെ സൗഖ്യ ശുശ്രൂഷകൾ കണ്ടുമുട്ടുന്നവർക്ക് ഞാൻ പകർന്നു കൊടുത്തു ഒക്കെ തുടങ്ങുമ്പോൾ, ഈശോയുടെ പ്രാർത്ഥന, പിതാവിൻ്റെ സന്നിധിയിൽ ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അവിടുന്നാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. അവിടുന്ന് നമ്മൾ തളർന്നു പോകാൻ അനുവദിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവനാ, നമ്മോടൊപ്പം നമുക്ക് വേണ്ടി മനുഷ്യനായി നിന്ന് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയുണ്ട്. ആ ഈശോയുടെ സ്നേഹം അറിയുമ്പോൾ ആ തായ്തടിയിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാൻ നമുക്ക് പറ്റില്ല. ദൈവരഹസ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഈ ഒരു വലിയ ഇൻറ്റിമസിയുടെ രഹസ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് 3 കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ധ്യാനമുണ്ടല്ലോ, കണ്ടംപ്ലേറ്റീവായ അവസ്ഥ. ഓരോ വ്യക്തിയും ദിവസത്തിൽ 1 മിനിറ്റെങ്കിലും ധ്യാനിച്ചിരിക്കണം. നമ്മൾ ധ്യാനത്തിലേക്ക്, ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ ദൈവവും ഞാനും ഒന്നായി ചേരുന്ന ധ്യാനത്തിൻ്റെ വലിയ മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ദൈവിക രഹസ്യത്തിൻ്റെ വലിയ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടും.
എങ്ങനെ തായ്തണ്ടിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഫലം പുറപ്പെടുവിക്കും. ഒരു ശാഖയും തായ്തണ്ടിനോട് എനിക്ക് തരാനുള്ളതൊക്കെ തായെന്ന് പറഞ്ഞ് പിടിച്ചു പറിക്കുന്നില്ല, ചേർന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ചേർന്നിരിപ്പാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധ്യാനം എന്ന് പറയുക. അത് നമ്മൾ സ്വന്തമാക്കണം. രണ്ടാമത്തെ കാര്യം അടുപ്പം, ക്ലോസ്നെസ്, ദൈവവുമായി അടുപ്പം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ കാര്യം സമൃദ്ധിയാണ്. ധ്യാനവും അടുപ്പവും സമൃദ്ധിയുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ഒരു വഴിയാണ്, നീർച്ചാലാണ്. ദൈവത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ, അടുപ്പത്തിലായിരിക്കാൻ ഒരവസ്ഥ നമുക്ക് തരും. ഒപ്പോൾ അടുത്തതായി നമ്മുടെ ജീവിതത്തിലേക്ക് വരിക സമൃദ്ധിയുടെ കാലഘട്ടമാണ്. അതാണ് ഫലം പുറപ്പെടുവിക്കുന്ന കാലഘട്ടം. യേശുവിനോട് ചേർന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കാലഘട്ടം. ഈ ഒരു അവസ്ഥയെ മുന്നേറാൻ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പറ്റാതെ വരും. പ്രലോഭനങ്ങൾ നമ്മളെ അടിമപ്പെടുത്തും. പ്രാർത്ഥിക്കാൻ, രാത്രി അലസത കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരും. ദൈവത്തെക്കുറിച്ച് ധ്യാനിക്കാൻ സമയം കണ്ടെത്താത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവത്തോട് അടുപ്പം തോന്നാത്ത ഒരവസ്ഥ വരും. മുരടിപ്പ് തോന്നും. ഫലങ്ങളൊന്നുമില്ലാതെ ഉണങ്ങി വരേണ്ട ഒരു വൃക്ഷമായി നമ്മൾ മാറുന്ന അവസ്ഥയുണ്ടാകും. ഇവിടെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പ്രലോഭനത്തിൻ്റെ മേഖലകളുണ്ട്. ഈ മേഖലകളെയൊക്കെ ഒന്ന് അതിജീവിക്കണം. അതിജീവിച്ചില്ലെങ്കിൽ പ്രലോഭനം ഒരു പകർച്ചവ്യാധിയായി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രലോഭനങ്ങൾ ഒരു പകർച്ചവ്യാധിയായി വന്നാൽ നമുക്ക് ഒരു കാര്യങ്ങളെയും വിശുദ്ധിയോടെ മുന്നോട്ട് കൊണ്ടുപോകാനോ ചെയ്യാനോ പറ്റാതെ നമ്മുടെ ജീവിതത്തെ തകർത്തിക്കളയും. പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ധ്യാനത്തിലൂടെ, അടുപ്പത്തിലൂടെ, സമൃദ്ധിയിലൂടെ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഈശോയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. യേശുവും പിതാവും തമ്മിലും, യേശുവും അപ്പസ്തോലന്മാരും തമ്മിലും, യേശുവും ജനങ്ങളും തമ്മിലുള്ളതുപോലുള്ള ഒരു ബന്ധം ധ്യാനത്തിലൂടെ ഞാൻ കണ്ടെത്തണം. അടുപ്പത്തിലൂടെ ഞാൻ സ്വന്തമാക്കണം. സമൃദ്ധിയിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി ലോകം മുഴുവൻ അത് ഏറ്റെടുക്കണം. അവിടെയാണ് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഈശോ എപ്പോഴും നമ്മോട് പറയുന്നത് പോലെ ഇന്നും പറയുന്നു. യോഹന്നാൻ 15:5 ഈശോ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നെന്ന്. പ്രിയപ്പെട്ടവരെ, കുറച്ച് ഫലം പുറപ്പെടുവിച്ചാൽ പോരാ. എന്തുമാത്രം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുമോ അത്രമാത്രം ഫലം പുറപ്പെടുവിക്കണം. അത് ഈശോ തരുന്നതല്ലേ. ഈശോയിൽ നിന്ന് സ്വീകരിച്ചാൽ മാത്രം മതി. ചേർന്നിരിക്കുക, ഒട്ടിയിരിക്കുന്ന അവസ്ഥ, ധ്യാനിച്ച് പ്രാർത്ഥിച്ച് സമൃദ്ധി സമ്പാദിക്കാൻ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മുന്തിരിച്ചെടിയാകുന്ന ശാഖയോട് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപകളുണ്ടാകും. കൃഷിക്കാരനായ ദൈവപിതാവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള കൃപ ഈശോ തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ ഈ വലിയ ദൈവകൃപ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണെന്ന് അങ്ങ് പറഞ്ഞില്ലേ. ഈശോ, നീയാകുന്ന തായ്തണ്ടിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതെ ചേർത്ത് നിർത്തണം ഞങ്ങളെ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണം. നിന്റെ കുരിശൻ ചുവട്ടിൽ നിന്ന് ഒരിക്കലും മാറാൻ നിന്ന പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥം ഞങ്ങളെ സഹായിക്കട്ടെ. നിന്റെ കുരിശനോട് ചേർന്ന് നിന്നപ്പോൾ കുരിശിലെ സഹരക്ഷകയായി മാറി മനുഷ്യ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധ അമ്മയുടെ വിശുദ്ധി ഞങ്ങൾക്ക് തരട്ടെ. ഈശോയെ, ഞങ്ങളും നിന്നോട് ഏറ്റവും ചേർന്നിരിക്കട്ടെ. നിന്റെ വലിയ സ്നേഹത്തോട് ചേർന്നിരിക്കട്ടെ. തൃത്വ കുടുംബത്തോട് ചേർന്നിരിക്കട്ടെ. പിതാവിൻ്റെ സ്നേഹത്തോട് ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്നേഹത്തിൻ്റെ ഫലം, നിന്റെ ശിഷ്യരാണെന്ന ലോകം ഞങ്ങളെ നോക്കി പറയുന്ന സ്നേഹത്തിൻ്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിലൂടെ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും നിനക്ക്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.